ഭൂമിയിലെ ഏറ്റവും അപകടകരമായ 5 സ്ഥലങ്ങളെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചില്ല എങ്കിൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഇവയെ പറ്റി നോക്കാം. ഇതിൽ ആദ്യത്തേതാണ് കാമറൂണിലെ നിയോസ് തടാകം. 1986 ഓഗസ്റ്റ് 21 നിയോസ് തടാകം പെട്ടെന്നൊരു ലിംനിക് സ്ഫോടനത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു വലിയ മേഘം പുറപ്പെടുവിച്ചു. ഇത് മിനിറ്റുകൾക്കുള്ളിൽ കുറഞ്ഞത് 1746 ആളുകളെയും ആയിരക്കണക്കിന് കന്നുകാലികളെയും ശ്വാസം മുട്ടിച്ചു. തടാകം ഒരു അഗ്നിപർവ്വത രൂപീകരണത്തിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് തണുത്തതും ആഴത്തിലുള്ളതുമായ വെള്ളത്തിലേക്ക് പരന്നു കിടക്കുന്നു. ഇവ റിലീസ് ചെയ്യപ്പെടുമ്പോൾ സമീപ പ്രദേശങ്ങളിലെ ഓക്സിജന്റെ അളവ് കുറയ്ക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും മരണത്തിന് വരെ കാരണമായേക്കാം. ഭൂമിയിലെ ഏറ്റവും ചൂടേറിയതും വാസയോഗ്യമല്ലാത്തതുമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ഡാനിക്കൽ ഡിപ്രഷൻ. ഇവിടെ താപനില ഏകദേശം 50 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. അതിന്റെ തിളക്കമുള്ള മഞ്ഞ പച്ച നിറത്തിലുള്ള ആസിഡ് തടങ്ങൾ, സൾഫ്യൂരിക് നീരാവി, ഉപ്പ് പുറന്തോട് നിറഞ്ഞ സമതലങ്ങൾ എന്നിവ അവിശ്വസനീയമാംവിധം അപകടകരമാണ്. ഹ്രസ്വകാല എക്സ്പോഷർ പോലും ഗുരുതരമായ രാസപ്പൊള്ളലിനോ ശ്വസന ബുദ്ധിമുട്ടിനോ കാരണമായേക്കാം. പെട്ടെന്നുണ്ടാവുന്ന ശക്തമായ പൊട്ടിത്തെറികൾക്ക് പേരുകേട്ടതാണ് സിനാബംഗ് പർവ്വതം. ഇത് ആളുകളെ അപ്രതീക്ഷിതമായി അപകടത്തിലാക്കിയേക്കാം. ഈ പൊട്ടിത്തെറികൾ പൈറോക്ലാസ്റ്റിക് പ്രവാഹങ്ങൾ അല്ലെങ്കിൽ സൂപ്പർ ഹോട്ട് വാതകത്തിന്റെ കൂറ്റൻ മേഘങ്ങൾ പുറപ്പെടുവിക്കുന്നു. അവ മണിക്കൂറിൽ 100 കണക്കിന് കിലോമീറ്റർ വേഗത്തിലാണ് പർവ്വതത്തിലൂടെ ഒഴുകുകയും 400 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ താപനിലയിലെത്തുകയും ചെയ്യുന്നു. ആളുകൾക്കോ കെട്ടിടങ്ങൾക്കോ മറ്റു ഉപകരണങ്ങൾക്കോ ഒന്നിലും ഇതിൽ നിന്ന് അതിജീവിക്കാൻ കഴിയില്ല. അതിനാൽ അപ്രതീക്ഷിതമായ ഈ ഇടം സന്ദർശിക്കാതിരിക്കുന്നതാണ് ഉചിതം. ഡൊമിനിക്കയിലെ സമൃദ്ധമായ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്ന ബോയിലിംഗ് ലേക്ക് എന്ന അഗ്നിപർവ്വത തടാകം 80 മുതൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയിൽ നിരന്തരം തിളച്ചുമറിയുന്നു. ചുറ്റുമുള്ള പ്രദേശങ്ങൾ തികച്ചും അസ്ഥിരമാണ്. കൂടാതെ തടാകം ചിലപ്പോൾ പെട്ടെന്ന് ചൂടുള്ള നീരാവി പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. ഇതിനടുത്തേക്ക് പോകുന്നത് അപകടമാണ്. ഗുരുതരമായി പൊള്ളലേൽക്കുകയോ അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൽ വീഴുകയോ ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധയോടെ മാത്രമേ ഇവിടെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അമേരിക്കയിലെ ഡെത്ത് വാലിയെ പറ്റിയാണ്. ഡെത്ത് വാലിയിലെ ഫർണസ് ക്രീക്ക് ഒരു തമാശയല്ല. ഭൂമിയിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ചൂടേറിയ വായു താപനിലയുടെ റെക്കോർഡ് ഇവിടെയാണ്. 1913 ജൂലൈയിൽ രേഖപ്പെടുത്തിയ 56.7 ഡിഗ്രി സെൽഷ്യസ്. ഡെത്ത് വാലി നാഷണൽ പാർക്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് അനുസരിച്ച് ഭൂമി 94 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാകാം. ഇത്തരത്തിലുള്ള ചൂടിൽ മനുഷ്യ ശരീരം വേഗത്തിൽ പ്രവർത്തനരഹിതമാവും. വെള്ളമോ തണലോ ഇല്ലാതെ നിർജ്ജലീകരണം അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് മിനിറ്റുകൾക്കുള്ളിൽ ബാധിക്കും. ഇത് അതിജീവനം വളരെ പ്രയാസകരമാക്കുന്നു.